അവിടെ നിന്ന് കട്ട് വരും, കുഴപ്പമില്ല. എന്തൊക്കെയാണെന്ന് ലേറ്റസ്റ്റ് ന്യൂ. പിന്നാലെ വന്നിട്ട് ഒരു 200K, ഓക്കെ 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 200K. So welcome to my new vlog. Today I thought of sharing what I have purchased from Vietnam, Malaysia. So without any wait, let's start. ഇതിനെ ഈ പെട്ടി, ഈ സൂട്ട്കേസ് ഞാൻ വിയറ്റ്നാമിൽ നിന്ന് വാങ്ങിയാണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് നിങ്ങൾ കേട്ടാൽ ഞെട്ടും. 1,200,000 വിയറ്റ്നാം ഡോങ്. അത്രയും രൂപ കൊടുത്ത് ഞാൻ വാങ്ങിയത്. 1 million ഗൈസ്, 1 million. നമ്മുടെ ഇന്ത്യൻ റുപ്പീസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇറ്റ്സ് അബൌട്ട് 4,000 rupees. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ബ്ലാക്ക് സ്ലീക്ക് ലുക്കുള്ള ഒരു പെട്ടിയാണ്. അത് ഞാൻ വാങ്ങി. ഈ പെട്ടിന്റെ ഉള്ളിൽ എന്തൊക്കെയാ നമുക്ക് നോക്കാം. ഈ പെട്ടിക്ക് ഇപ്പൊ നാട്ടിൽ എത്ര രൂപ ഉണ്ടാവും ചോദിച്ചാൽ എനിക്കറിയില്ല. ആരെയായിട്ട് വിലയ്ക്ക് വ്യത്യാസം ഒന്നും കണ്ടിട്ടില്ല. ചില ആൾക്കാരുടെ വീഡിയോസിലൊക്കെ കണ്ടു വിയറ്റ്നാമിൽ ഭയങ്കര ചീപ്പാണ്, പ്രൈസ് വളരെ കുറവാണ്. നിങ്ങൾക്ക് ഒരു 500 ഇന്ത്യൻ റുപ്പീസ് എന്ന് പറയുന്നത് 1,50,000 വിയറ്റ്നാം ഡോങ് ആണ്. കറക്റ്റ് ആണ്. നിങ്ങൾക്ക് 500 രൂപ ഇന്ത്യൻ റുപ്പീസ് എന്ന് പറയുന്നത് 1,50,000 വിയറ്റ്നാം ഡോങ് തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് അവിടെ ഒരു ചായ കുടിക്കണമെങ്കിൽ, ഐ എം സേയിങ് ഇൻ ടൂറിസ്റ്റ് പ്ലേസസിൽ നിങ്ങൾക്ക് ചായ കുടിക്കണമെങ്കിൽ യു ഹാവ് ടു സ്പെൻഡ് അറ്റ്ലീസ്റ്റ് 40,000 റുപ്പീസ്. അതായത് 40,000 വിയറ്റ്നാം ഡോങ് നിങ്ങൾക്ക് കൊടുക്കണം. ടൂറിസ്റ്റ് പ്ലേസസ് അല്ലെങ്കിൽ നിങ്ങൾ 20,000 വിയറ്റ്നാം ഡോങ് കൊടുക്കണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെ കണക്കുകളൊക്കെ 1000-ലാണ് കിടക്കുന്നത്. 20,000, 30,000 VND, 40,000 VND, 150K. അവര് പ്രൈസസ് ഒക്കെ എഴുതിയിരിക്കുന്നത് തന്നെ 150K, 250K, 350K അങ്ങനെ എഴുതിയിരിക്കുന്നത്. സോ എന്നാലും നമുക്ക് നോക്കാം. കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ കാര്യമായിട്ട് വിയറ്റ്നാമിൽ നിന്ന് പർച്ചേസ് ചെയ്തത് ഹനോയിലെ ഓൾഡ് ക്വാർട്ടറിലുള്ള നൈറ്റ് മാർക്കറ്റിലാണ്. ആ നൈറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഓപ്പൺ ആവുന്നത് ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ആണ്. അതിൽ തന്നെ 6:30 മുതൽ 11 PM ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് കടകളൊക്കെ എന്ത് ചെയ്ത് തുടങ്ങും, ക്ലോസ് ചെയ്ത് തുടങ്ങും. പിന്നെ ഐ തിങ്ക് ഒരു 11:30 വരെയൊക്കെ കടകൾ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ മാർക്കറ്റ് നിൽക്കും. നമുക്ക് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം, പക്ഷെ ഡ്രസ്സസ്, ബാഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ആവും. ഞാൻ അന്ന് ആദ്യമായിട്ട് വാങ്ങിയ ബാഗ് ദിസ് വൺ. ഈ ബാഗ് വാങ്ങി. ഈ ബാഗിന് ഇറ്റ്സ് അറൌണ്ട് 180K VND ആണ് ഇതിന്റെ പ്രൈസ്. 2 ഉമ്മമാർക്കും ഞാൻ ഒരേ ബാഗ് തന്നെയാണ് വാങ്ങിയത്. സെയിം ബാഗ് തന്നെ വാങ്ങി. ഞാൻ തമ്മിലൊരു വഴക്ക് വേണ്ടത്. Cute, right? See? ഇതാണ് ഞാൻ എടുത്ത ബാഗ്. ഈ ബാഗിന് അറൌണ്ട് 250K സംതിങ്, 250K VND ആണ്. യു ക്യാൻ കൺവേർട്ട് ചെയ്ത്. എനിക്ക് വയ്യ കൺവേർട്ട് ചെയ്യാൻ. അത്ര വരും കേട്ടോ. എന്റെ മീനൂര്, എന്റെ ചേച്ചിക്ക് ഐ ബോട്ട് എ ബാഗ്. വലിയ കാര്യമായിട്ടുള്ള ബാർഗൈനിങ് ഒന്നും അവിടെ നടക്കുന്നില്ല. ചില കടകളില്, ഇപ്പൊ ഡ്രസ്സിന്റെ ഷോപ്പില് ഈ ബാഗിനൊക്കെ ഞാൻ പറഞ്ഞ പ്രൈസ് തന്നെയാണ് കൊടുത്തത്. അതിന് വലിയ ബാർഗൈനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവർ സെയിൽ എന്ന് പറഞ്ഞിട്ട് ഇട്ടതായിരുന്നു. നോ ബാർഗൈൻ, നോ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതിയില്ലായിരുന്നു. അതിനൊക്കെ ഞാൻ അതിനെ കൊടുത്തത്. പിന്നെ ചില ഡ്രസ്സ് ഞാൻ കുറച്ച് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഡ്രസ്സിനൊക്കെ ഞാൻ കുറച്ച് പകുതി പൈസക്ക് ചോദിച്ചു. അതിനേക്കാൾ കുറച്ച് എമൗണ്ട് കൂടുതൽ എനിക്ക് കിട്ടി. ഷൂസിന് നല്ലൊരു എമൗണ്ടിൽ തന്നെ കിട്ടുമായിരുന്നു. അവർ ആദ്യം പറഞ്ഞത് 500K ആയിരുന്നു. അത് കഴിഞ്ഞ് അത് ഞങ്ങൾ 200-ന് ചോദിച്ചു. പിന്നെ ഞങ്ങൾ ആ കടയിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടാന്ന് തോന്നിയിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് അവരിപ്പോ ഞങ്ങൾ പിന്നാലെ വന്നിട്ട് അവർ പറഞ്ഞു 200K, ഓക്കെ 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 200K പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് അത് കൊണ്ടുവരാൻ വെയിറ്റ് താങ്ങില്ലായിരുന്നു. ബാഗിൽ എക്സ്ട്രാ ലഗേജ് ഒക്കെ പർച്ചേസ് ചെയ്യേണ്ടി വരുമായിരുന്നു. അപ്പൊ നമ്മളത് വാങ്ങില്ല. അറിയില്ല, ഇതിനേക്കാളും കുറച്ചുകൂടി നല്ല രീതിയിലൊക്കെ ബാർഗെയിൻ ചെയ്ത് വാങ്ങുന്ന ആൾക്കാർ വിയറ്റ്നാമിൽ പോയിണ്ടാവും. എനിക്ക് അതിനുള്ളൊരു കഴിവില്ല. എനിക്ക് ഇങ്ങനെയൊക്കെ കിട്ടിയിരുന്നു. ഞങ്ങൾ വിയറ്റ്നാമിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഒരു ഇതാണ് ഫ്രിഡ്ജ് മാഗ്നറ്റ് ആണ്. സോ ക്യൂട്ട്, റൈറ്റ്? സോ ഇത് വാങ്ങി. മലേഷ്യ പോയപ്പോൾ പിൻ ടവർ മാത്രമാണ് ഞങ്ങൾ വിസിറ്റ് ചെയ്തോളൂ. കാരണം ഞങ്ങൾക്ക് ആകെ ഒരു ദിവസം മലേഷ്യയിൽ ഉണ്ടായിരുന്നുള്ളൂ. നൗ മൈ ഫേവറേറ്റ് പാർട്ടീസ് ചോക്ലേറ്റ്സ്. ഞാൻ കുറച്ചധികം ചോക്ലേറ്റ്സ് കളക്ട് ചെയ്തിട്ടുണ്ട്. കാരണം എന്റെ വീട്ടിൽ മലേഷ്യൻ ചോക്ലേറ്റ്സ് ആയിക്കോട്ടെ, വിയറ്റ്നാം ചോക്ലേറ്റ്സ് ആയിക്കോട്ടെ, അവിടെ നിന്ന് ആരും പോകാത്തതുകൊണ്ട് ആരും കഴിച്ചിട്ടില്ല. അപ്പൊ അവർക്കൊക്കെ കുറച്ചൊരു ടേസ്റ്റ് അറിയാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ്സ് കളക്ട് ചെയ്തു. കംപ്ലീറ്റ് ആയിട്ട് വിയറ്റ്നാമിൽ നിന്ന് വാങ്ങിയ ചോക്ലേറ്റ്സ് ആണ്. വിയറ്റ്നാമിൽ വേറെ വാങ്ങിയത് ലൈക്ക് ദിസ് ഡബിൾ ചോക്കോ ഫ്ലേവർ. ഞങ്ങൾക്ക് ഒരു ദിവസം ഹാലോങ് ബേക്ക് ആയിരുന്നു ട്രിപ്പ് ഉണ്ടായിരുന്നത്. അപ്പൊ ഹാലോങ് ബേക്ക് പോകുന്നതിന് മുന്നേ ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ നിർത്തി. അപ്പൊ അവിടെ നിന്ന് അവർ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യാണ്. ദിസ് ഇസ് അബൌട്ട് 40K ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. 40K VND ആണ് ഇതിന് ഒന്നിനുള്ള പ്രൈസ് കേട്ടോ. ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ വേറെ നിർത്തിയില്ല, വേറെ സ്ഥലത്ത് പോകാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അപ്പൊ അവിടെ തന്നെ വാങ്ങി. പിന്നെ സ്പെഷ്യൽ കോക്കനട്ട് കാൻഡി എന്ന് പറഞ്ഞിട്ട് ഇറ്റ് ഈസ് ഓൾസോ അബൌട്ട് 40K. ആൻഡ് ദെൻ ദിസ് ഇസ് ഐ തിങ്ക് പീനട്ട് കാൻഡി, മിൽക്ക് ചോക്ലേറ്റ് ആണ്. അതിന് ഞാനത് കഴിച്ചു നോക്കി. ഇത് എനിക്ക് കഴിക്കാൻ തോന്നിയ പപ്പതിനെ കഴിച്ചു നോക്കി. ഇത് പീനട്ടില് ഫ്രണ്ടിൽ പീനട്ടിന്റെ മിൽക്ക് ചോക്ലേറ്റ് കവർ ചെയ്തിട്ടുള്ള പീനട്ട്സ് ആണ് ഇതിലുള്ളത്. ഇറ്റ്സ് അബൌട്ട് 160K. കുറച്ച് റേറ്റ് കൂടുതലാണ്. 160K വന്നത് കേട്ടോ. മലേഷ്യയിൽ 7-Eleven പോയപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങി. അത് റിംഗറ്റ്സിലാണുള്ളത്. ദിസ് ഈസ് ഫോർ 9 ringgit. ദിസ് ക്രഞ്ചി ഡിലൈറ്റ്സ് സ്ട്രോബെറി വൈറ്റ് ചോക്ലേറ്റ് വിത്ത് ബിസ്ക്കറ്റ് ബോൾ കോട്ടഡ് വിത്ത് മിൽക്ക് ചോക്ലേറ്റ്. ഞാൻ പറയുന്ന ടേസ്റ്റ് ഒക്കെ അറിയുള്ളൂ എന്താണെന്നുള്ളത്. ഇതിന് 9 ringgits ആണ്. രണ്ടിനും കൂടെ 18 ringgits വരും. ആൻഡ് ഓൾസോ ഐ ബോട്ട് വൈറ്റ് ചോക്ലേറ്റ് ഓൾസോ. ദിസ് അബൌട്ട് 13 ringgits. ആൻഡ് എന്റെ 2 കുട്ടിമണികൾക്ക്, അതായത് മീനുവിന്റെ 2 മക്കളുടെ അവരെ ഏൽപ്പിച്ചു വിട്ടതാണ്. കുഞ്ഞുമ്മ വരുമ്പോ എന്തായാലും കോട്ടൺ ക്യാൻഡി കൊണ്ടുവരുന്നത്.
ഞാൻ സത്യത്തിൽ അത് നോക്കിയൊന്നുമില്ല. പിന്നെയാണ് വാങ്ങി കഴിഞ്ഞപ്പോഴാണ് കോട്ടൺ ക്യാൻഡിയാണ് വായിച്ചത്. കോട്ടൺ ക്യാൻഡി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഐ തിങ്ക് ദിസ് വൺ ടേസ്റ്റഡ് വെരി ഗുഡ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി. ഞാൻ കിട്ടിയപ്പോൾ തന്നെ കഴിച്ചു. കിൻഡർ ബ്യോനോ വൈറ്റ് വിത്ത് മിൽക്ക് ആൻഡ് ഹേസൽനട്ട് ആണ് ഇതിന്റെ ഫ്ലേവർ. ഇത് ഞാൻ അവിടെ എനിക്ക് വിശപ്പ് ചിപ്സ് വാങ്ങി. പിന്നെ ദിസ് ഓൾസോ ഹേസൽനട്ട് മിൽക്ക് ചോക്ലേറ്റ് ആൻഡ് ആൽമണ്ട് മിൽക്ക് ചോക്ലേറ്റ്. ഇത്രയാണ് ഞാൻ 7-Eleven പർച്ചേസ് ചെയ്തത്. സത്യത്തിൽ 7-Eleven എനിക്ക് കുറച്ചും കൂടെ പർച്ചേസ് ചെയ്യേണ്ടിയിരുന്നു. പക്ഷെ റാഷി സമ്മതിച്ചില്ല. അവന് പോകണം പറഞ്ഞു. അവന് വലിയ തലവേദനയൊക്കെ വന്നപ്പോൾ പറഞ്ഞു നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് കാര്യമായിട്ട് പർച്ചേസ് ചെയ്തില്ല. മെയിൻ ആയിട്ട് എനിക്ക് 7-Eleven കുറെ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ പോയത്. പക്ഷേ സാഹചര്യം സന്ദർഭവും അതിനെന്നെ സമ്മതിച്ചില്ല. മലേഷ്യയിൽ ബുക്കിറ്റ് ബിൻതാങ് മാർക്കറ്റ് അങ്ങനെ ഒരു മാർക്കറ്റ് ഉണ്ട്. പോയവർക്കറിയും. മെജോറിറ്റി ആൾക്കാർ മലേഷ്യയിൽ പോയവരായിരിക്കും. അപ്പം അവർക്കറിയും. അവിടെ പോയപ്പോൾ ഞാൻ കുറച്ച് ഗ്രൂപ്പ് ചോക്ലേറ്റ്സ് വാങ്ങി. കാരണം വീട്ടിൽ വരുന്നവർക്ക് കൊടുക്കാലോ എന്നുള്ള രീതിയിൽ. ദിസ് ഇസ് എ മിനി ചങ്കി ഡാർക്ക് ചോക്ലേറ്റ്. ആൻഡ് ദെൻ അതിന്റെ റേറ്റ് ഉണ്ട് കേട്ടോ. ഇത് 20 റിങ്കറ്റ്സ് ഉണ്ട്. ദിസ് ഇസ് എക്ലെയർ. 20 റിങ്കറ്റ്സ് ഉണ്ട്. ഇതിനും 20 റിങ്കറ്റ്സ്. പിന്നെ എന്റെ കസിൻസിന് കൊടുക്കാനായിട്ട് ഞാൻ കുറച്ച് പേഴ്സ് കളക്ട് ചെയ്തു. അതിനൊരു കസിനാണ് ഇപ്പൊ ചൂസ് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. കുറച്ച് പേഴ്സ് കളക്ട് ചെയ്തു. മലേഷ്യ ഐ തിങ്ക് ഇതിന് എത്ര അറൗണ്ട് ആണ്? ഇത് 12 റിങ്കറ്റ്സ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ടോട്ടൽ 3 ഈ 3 കൂടെ 12 റിങ്കറ്റ്സ് വരുന്നുണ്ട്. അപ്പം പിന്നെ ഓൾസോ എന്റെ സ്റ്റുഡൻസ് ഒരു പിങ്ക് ചോക്ലേറ്റ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കുറെ അന്വേഷിച്ച് നടന്നു, കിട്ടിയില്ല. ആ സ്റ്റുഡൻസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഐ എം സോ സോറി, എനിക്ക് കിട്ടിയില്ല. ഞാൻ നോക്കി, പക്ഷേ പിങ്ക് ചോക്ലേറ്റ്സ് ഒന്നും കണ്ടില്ല. ഞാൻ വിയറ്റ്നാമിൽ നോക്കി, ബുക്കോക്കിലും നോക്കി, ആൻഡ് ഓൾസോ മലേഷ്യയിൽ നോക്കി, പിങ്ക് ചോക്ലേറ്റ്സ് കണ്ടില്ല. ഇതിന് ഏതെങ്കിലും ചോക്ലേറ്റ്സ് ഇഷ്ടപ്പെട്ടാൽ പറഞ്ഞാൽ മതി, ഉണ്ടെങ്കിൽ തരാം. ഈ സാധനം വാങ്ങാം എന്നുള്ളത് എല്ലാവരുടെയും ലക്ഷ്യമാണല്ലോ. അങ്ങനെ മലേഷ്യ, വിയറ്റ്നാം, തായ്ലൻഡ് ഒക്കെ പോകുന്നവരെ എപ്പോഴും കളക്ട് ചെയ്യുന്നതാണ് ഈ ഇൻഹേലർ. ദിസ് ഇസ് സോ ഗുഡ്. ദിസ് ഇസ് സോ ഗുഡ്. എന്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ഫ്രണ്ട് തായ്ലൻഡിൽ നിന്ന് വന്നപ്പോൾ ഇതിന്റെ ഒരു ചെറുതൊന്ന് എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അന്നേ ഞാൻ വിചാരിച്ചാണ് ഞാൻ എങ്ങാനും പോവുകയാണെങ്കിൽ എന്തായാലും ഇതിന്റെ 2-3 കളക്ട് ചെയ്യുന്നത്. സോ ഗുഡ് ഗൈസ്. ഇത് എന്തായാലും മസ്റ്റ് പർച്ചേസ് ആയിരുന്നു. ഇതാ ഈ ഒരു ബീച്ച് ബാഗ് ആണ്. ഐ തിങ്ക് ദിസ് ഇസ് അറൌണ്ട്, എനിക്കറിയില്ല, ഓർമ്മയില്ല. ഇത് ഞാൻ എന്റെ ചെറുതിന് വാങ്ങിയ ഒരു സ്വെറ്റ് ഷർട്ട് ആണ്. അവള് കണ്ടതും വീഡിയോ കോൾ ചെയ്തതും അവൾ പറഞ്ഞു എനിക്ക് ഇതെന്തായാലും ആണെന്ന്. സോ ഞാൻ അവൾക്ക് ഒരു സ്വെറ്റ് ഷർട്ട് വാങ്ങി. ഈ കളർ ഞാനാണ് സെലക്ട് ചെയ്തത്. അവളാണെങ്കിൽ നച്ച കളറാണ് സെലക്ട് ചെയ്യുക. അപ്പൊ എനിക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടു. അവളുടെ ഈ കളറുകളിൽ ഡാർക്ക് കളേഴ്സ് കുറവാണ്. അപ്പൊ ഞാൻ വാങ്ങി. ശരിക്കും പറഞ്ഞാൽ റാഷിന്റെ വാപ്പാക്കാണ് പർച്ചേസ് ചെയ്തത്. മിക്കവാറും ഇത് റാഷിയുടെ എത്തുന്നത് അറിയില്ല. ഇത് ഞാൻ എനിക്ക് വേണ്ടി പർച്ചേസ് ചെയ്തതാണ്. ഇറ്റ് ഈസ് അറൌണ്ട് 60K. 60K മീൻസ് 100 റുപ്പീസ് എന്ന് പറയുമ്പോൾ 330 അല്ലേ. അപ്പോ 50 റുപ്പീസ് പറയുമ്പോൾ ഒരു 150 സംതിങ്. അതിന് എനിക്ക് കിട്ടിയ സ്വെറ്റ് ഷർട്ട് ആണ്. 150 റുപ്പീസിന്റെ സ്വെറ്റ് ഷർട്ട് ആണ്. സി, പിന്നെ എനിക്കൊരു സ്വെറ്റ് ഷർട്ട് എടുത്തു. ആൻഡ് ഓൾസോ ഞാനൊരു പെയർ ഓഫ് ഡ്രസ്സസ് പർച്ചേസ് ചെയ്തു. പെയർ അല്ല, 2 കൂടെ ഒന്ന് പെയർ ആക്കാം എന്നുള്ള രീതിയിൽ. അതിന്റെ ഒരു സ്കേർട്ടും. ഇത് രണ്ടും വേറെ വേറെയാണ്. ബട്ട് ഐ പർച്ചേസ്ഡ് ബോത്ത് ഫ്രം ദ സെയിം ഷോപ്പ്. പിന്നെ ഞാൻ പർച്ചേസ് ചെയ്തത് സച്ചുവിന് ഒരു സ്വെറ്റ് ഷർട്ട് ആണ്. സച്ചു എന്ന് പറഞ്ഞാൽ എന്റെ ഹസ്ബൻഡിന്റെ ചേച്ചിന്റെ മോളാണ് സച്ചു. അവൾക്കൊരു സ്വെറ്റ് ഷർട്ട് പർച്ചേസ് ചെയ്തു. ഹയ, ലൈബ, മിച്ചു, നിനു ഒക്കെയാണ്. ക്യൂട്ട് ആയിട്ടുള്ളത്. ക്യാപ്പ് വാങ്ങി. അതിന്റെ റേറ്റ് ഉണ്ടായിരുന്നു. ഇറ്റ്സ് അബൌട്ട് 100K. 100K വെർത്താണോ എന്ന് ചോദിച്ചാൽ 100K എന്ന് പറഞ്ഞാൽ 330 റുപ്പീസ് ആണ് ഇതിന് വരിക. പിന്നെ അവർക്ക് എന്തെങ്കിലും ഒന്ന് കളക്ട് ചെയ്യണ്ടേ വിയറ്റ്നാമിൽ എന്നുള്ള രീതിയിൽ ഐ തോട്ട് ഓഫ് പർച്ചേസിംഗ് ദിസ്. ഒരു ഡ്രസ്സും കൂടെ ഉണ്ടായിരുന്നു. ആ ഡ്രസ്സ് ഇപ്പം ഞാൻ അലക്കാനിട്ടു. കാരണം ഞാനത് പർച്ചേസ് ചെയ്ത് പിറ്റേന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഹാലോംബേക്ക് അതാണ് ഞാൻ ഇട്ടത്. ഹാലോംബേ ക്രൂസിൽ ഞാൻ അത് ആണ് ഇട്ടത്. ഞാൻ അതിന്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം. ഇറ്റ്സ് വെരി നൈസ്. ഐ തിങ്ക് ഇറ്റ്സ് അറൌണ്ട് 300K സംതിങ്. ദാറ്റ് മീൻസ് 1000 റുപ്പീസ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതൊക്കെയാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. അപ്പൊ എന്റെ ക്യൂക്ക് ആയിട്ടുള്ളൊരു കൺക്ലൂഷൻ എന്താന്ന് വെച്ചാൽ ഡ്രസ്സസ് ഒന്നും വലുതായിട്ട് കാര്യമായിട്ട് അവിടെ ഇല്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇനിയിപ്പോ ഞാൻ കാണാത്താണ്, ഞാൻ പോകുന്ന സ്ഥലത്തിന്റെ പ്രശ്നമാണോ എന്നറിയില്ല. ഞാൻ പോയ ഹനോൻ ഓൾഡ് കോട്ട മാർക്കറ്റിലായിക്കോട്ടെ, ബുക്കിറ്റ് ബിന്താങ്കിലായിക്കോട്ടെ, നമുക്ക് ഞാൻ ഇതിന്റെ മാളിലൊന്നും പോകാനുള്ള സമയം കിട്ടില്ല കേട്ടോ. മലേഷ്യയിലെ മാളിലൊന്നും പോയില്ല. മോൾസിലൊക്കെ പോയ കുറച്ചുകൂടി ബെറ്റർ ക്വാളിറ്റീസ് ഓഫ് ഡ്രസ്സസ് ഉണ്ടാകുന്നു. ഡ്രസ്സ് ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഹനോയിലെ ഓൾഡ് കോട്ട മാർക്കറ്റിലുള്ള സ്വെറ്റ് ഷർട്ട്സ് ആർ റിയലി ഗുഡ് ഗൈസ്. യു ക്യാൻ പർച്ചേസ് ദാറ്റ്. അത് പർച്ചേസ് ചെയ്യാം. പിന്നെ ഓൾസോ യു ക്യാൻ ചോക്ലേറ്റ്സ് കളക്ട് ചെയ്യാം. ചോക്ലേറ്റ്സ് എല്ലാം ട്രൈ ചെയ്ത് നോക്കാമല്ലോ. നമ്മുടെ നാട്ടിലെ ചോക്ലേറ്റും അത് നമ്മളെ ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കാം. അത്രയേ ഉള്ളൂ ഗൈസ്. So that's it guys. Thank you for watching.